ജാസി എന്താ ചെക്കപ്പ് കഴിഞ്ഞോ? കഴിഞ്ഞു. എല്ലാവരും ഡൗട്ടാണ് ജാസി ഗർഭിണിയാണോ ജാസിക്ക് എത്ര മാസമായി എന്നുള്ളത്. ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത് സീരിയസ്ലി നുണ പറയുന്നതല്ല. വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഇന്നിതാ ചെക്കപ്പിന് വേണ്ടി വന്നതാണ്. ചെക്കപ്പ് കഴിഞ്ഞു. ഇനി എനിക്ക് ജസ്റ്റ് എനിക്ക് ബോഡി ഭയങ്കര വീക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗ്ലൂക്കോസും കൂടി ഒന്ന് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൂടി ചെയ്യണം കേട്ടോ. ഇതാരെയും വ്യക്തിഹത്യ ചെയ്യാനോ കളിയാക്കാനോ വേണ്ടിയിട്ടൊന്നുമല്ല. പക്ഷേ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഈ സമൂഹത്തിലിറങ്ങി എന്തും വിളിച്ചു പറയാമെന്ന് കരുതുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതിലേറ്റവും വിഷമകരമായ അവസ്ഥ എന്തെന്ന് പറഞ്ഞാൽ ഈ പൊട്ടത്തരങ്ങളെയും കോലം കെട്ടലുകളെയെല്ലാം സപ്പോർട്ട് ചെയ്യാനും ഇതിനെയൊക്കെ നോർമലൈസ് ചെയ്യാനും ഇതിനുവേണ്ടി കൈയടിക്കാനും ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. എന്തിന്? ഇവർക്കെതിരെ സംസാരിക്കുന്നവരെ അധിക്ഷേപിക്കാൻ പോലും ഇവർക്കൊരു ഫാൻ ബേസ് ഉണ്ട്. ഇതിനു മുമ്പ് ഞാൻ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെയാണ് പലരും അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്തത്. എന്തിന്? എൻ്റെ ഇൻബോക്സിൽ വന്ന് എന്നെ തെറി വരെ പറഞ്ഞു. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ കൊള്ളരുതാത്ത പല വാക്കുകളും ഉപയോഗിച്ചാണ് അവർ കമൻറ്റ് ചെയ്തതും എന്നെ ഭീഷണിപ്പെടുത്തിയതും എല്ലാം. എന്ന് വെച്ചാൽ ഒരു ക്രിറ്റിസിസത്തെ പക്വതയോട് കൂടിയിട്ട് നേരിടാൻ പോലുള്ള മാനസിക ധൈര്യം അല്ലെങ്കിൽ മനോധൈര്യം ഇവർക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. ഒരു ജോലി ചെയ്യുകയോ ബിസിനസ് ചെയ്യുകയോ അതുമല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടുകയോ ചെയ്യുന്നതിന് പകരം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് പുരുഷനായി ജനിച്ചവൻ സ്ത്രീയാണെന്നും ആ സ്ത്രീ ഗർഭിണിയാണെന്നും ഒക്കെ പൊട്ടത്തരം പറയുകയും ആ പൊട്ടത്തരങ്ങൾക്ക് അംഗീകാരവും കയ്യടിയും ലഭിക്കുകയും ചെയ്യുന്നതാണ് ഇവർക്കുള്ള ഏറ്റവും വലിയ പ്രോത്സാഹനം. പിന്നെ ഇതൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ വന്നങ്ങ് പൊങ്കാല ഇട്ടേക്കാം അല്ലെങ്കിൽ എന്നെ വന്നങ്ങ് ഭീഷണിപ്പെടുത്തിയേക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും എൻ്റെ അഭിപ്രായങ്ങൾ പറയും. ഞാൻ ഇനിയും എൻ്റെ വീഡിയോസ് ചെയ്യും. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾക്കും ചെയ്യാം.